ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 18/1/2024 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി PSC എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 01111/2024 എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണ് പ്രസ്താവനകൾ എന്ന് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ നോക്കുന്നവരുടെ പോയിന്റ്സ് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1792 ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. B, C, D എന്നിവയാണ് ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. അപ്പോൾ വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അപ്പോൾ സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. അടുത്ത ചോദ്യം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടിയാണ് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന 1783 പാരീസ് ഉടമ്പടിയാണ്. അടുത്ത ചോദ്യം നോക്കാം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏഷ്യ. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏഷ്യയിൽ നിന്നുള്ള രാജ്യത്തു നിന്നാണ് ഏറ്റെടുത്തത്. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള രാജ്യത്തു നിന്നാണ് G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 10. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ 10 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അപ്പോൾ 2023 ക്രിക്കറ്റ് ലോകകപ്പിൽ 10 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അടുത്ത ചോദ്യം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആലപ്പുഴ. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. അടുത്ത ചോദ്യം. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഹോക്കി. ഹോക്കിയിലൂടെയാണ് കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചത്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഹോക്കിയാണ്. 9ാമത്തെ ചോദ്യം നോക്കാം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉദ്യോഗ സംവരണം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടാണ് 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. അടുത്ത ചോദ്യം, ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 3. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. ഈസ്റ്റിങ്സ് എന്നാൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. അപ്പോൾ ഈസ്റ്റിങ്സിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. അടുത്ത ചോദ്യം, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞുതിനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം. മഞ്ഞുതിനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ചിനൂക്കാണ്. അടുത്ത ചോദ്യം നോക്കാം. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6:30 AM. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം 6:30 AM ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, മാൻഡമസ്. മാൻഡമസ് റിട്ടിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്. കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. അടുത്ത ചോദ്യം നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഹരിത വിപ്ലവത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചോളം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചോളമാണ് നാണ്യവിള അല്ലാത്തത്. അപ്പോൾ നാണ്യവിളകളുടെ ഉദാഹരണങ്ങളാണ് പുകയില, കാപ്പി, കരിമ്പ് എന്നിവ. പുകയില, കാപ്പി, കരിമ്പ് ഒക്കെ നാണ്യവിളകളാണ്. ചോളം നാണ്യവിള അല്ല. അടുത്ത ചോദ്യം, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നത്തിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ബി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. എന്തുൽപ്പാദിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതൊക്കെ. അടുത്ത ചോദ്യം, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്
കൂട്ട്. അപ്പോൾ കൂട്ടെന്ന പദ്ധതി നടപ്പാക്കുന്നത് കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനും സംയുക്തമായി ചേർന്നാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് കൂട്ടെന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 2100 കലോറി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം 2100 കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം 2100 കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോവ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളാണ് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിവയൊക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓൺലി 3. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബോവ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതനുസരിച്ച് തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബോവ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളൊക്കെ ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. ഇതൊക്കെയാണെന്ന് നോക്കാം. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം, ഇതൊക്കെയാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ. അപ്പോൾ കാനഡയുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രം. എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അപ്പോൾ മൗലിക അവകാശങ്ങളാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ അവകാശം. സ്വത്ത് സമ്പാദത്തിനുള്ള അവകാശം മൗലിക അവകാശമല്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം മാത്രം. അപ്പോൾ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല.
ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അപ്പോൾ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. അതൊക്കെയാണ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പോൾ കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: കേരളീയമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദ എബവ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. G20 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: G20 18ാമത്തെ ഉച്ചകോടിയായിരുന്നു 2023 ന്യൂഡൽഹിയിലാണ് 2023 G20 ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ് കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. അടുത്ത ചോദ്യം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലമ്പനി. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. അപ്പോൾ മലമ്പനി പകരുന്നത് അനോഫിലസ് പെൺകൊതുക് വഴിയാണ്. അനോഫിലിസ് പെൺകൊതുക് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരാണ്. അപ്പോൾ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി എന്ന രോഗത്തിന് കാരണമാകുന്നത്. അത് പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകാണ്. അടുത്ത ചോദ്യം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പാൻക്രിയാസ്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തഃസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. അടുത്ത ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതയാണ് ഋതു കരിതാൽ. അപ്പോൾ ഋതു കരിതാലാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പർവ്വത ആരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നത് അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ ആണ്. അപ്പോൾ അന്തരീക്ഷമർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 37ാമത്തെ ചോദ്യം.
PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 38ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്ലോറോഫോം. അപ്പോൾ ജലത്തിൽ ഭാഗികമായി ലയിക്കുന്ന ഒരു സംയുക്തമാണ് ക്ലോറോഫോം. അപ്പോൾ ക്ലോറോഫോം ജലത്തിൽ ഭാഗികമായി ലയിക്കുന്ന ഒരു സംയുക്തമാണ്. 39ാമത്തെ ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 40ാമത്തെ ചോദ്യവും PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 32. അപ്പോൾ ക്ലാസ്സിലാകെ 32 കുട്ടികളാണ് ഉള്ളത്. അടുത്ത ചോദ്യം. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 10 മീറ്റർ. അപ്പോൾ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ 10 മീറ്റർ അകലെയാണ്. അടുത്ത ചോദ്യം. 2⁵ പ്ലസ് 3⁴ പ്ലസ് 4⁵ the whole raised to 0. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1. അടുത്ത ചോദ്യം നോക്കാം. ഒരു മാസത്തെ 20ാം തീയതി തിങ്കളാഴ്ചയാണ്. എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വ്യാഴം. ഒരു മാസത്തെ 20ാം തീയതി തിങ്കളാഴ്ചയാണ്. എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം വ്യാഴാഴ്ചയാണ്. അടുത്ത ചോദ്യം. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയം എടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 130. അപ്പോൾ തീവണ്ടിയുടെ നീളം 130 മീറ്റർ ആയിരിക്കും. തന്നിരിക്കുന്ന തീവണ്ടിയുടെ നീളം 130 മീറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5:40. 5:40 ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്നത്. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്നത് 5:40 എന്ന സമയത്താണ്. അടുത്ത ചോദ്യം. 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. അതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 111. അപ്പോൾ 7 സംഖ്യകളുടെ ശരാശരി 93. അതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ 111 ആണ്. അടുത്ത ചോദ്യം. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ്. എങ്കിൽ അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 51. അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക 51 ആണ്. അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക 51. അടുത്ത ചോദ്യം. 75² പ്ലസ് 2 × 75 × 25 പ്ലസ് 25² ഡിവൈഡഡ് ബൈ 75² മൈനസ് 25². ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2. തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2. അടുത്ത ചോദ്യം. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4/5. തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 4/5. 51ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്ലാസ് സി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സി വിഭാഗത്തിൽ പെടുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സി വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ചോദ്യം. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉത്പതനം.
ഇപ്പോൾ ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നതിനെയാണ് ഉത്പതനം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രതിഭാസമാണ് ഉത്പതനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. അടുത്ത ചോദ്യം, LPG ലീക്ക് മരണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? LPG ലീക്ക് മരണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു. അടുത്ത ചോദ്യം, ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകം. അടുത്ത ചോദ്യം, ബ്യൂട്ടീനിൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 9. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി 9%. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി 9%. അടുത്ത ചോദ്യം, MSDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്നതാണ് MSDSൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ MSDSൻ്റെ പൂർണ്ണരൂപമാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എന്നത്. അടുത്ത ചോദ്യം, കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫ്ലാഷ് പോയിൻ്റ്. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രമായി കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെയാണ് ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്നാൽ കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. അടുത്ത ചോദ്യം, TEC ടെർണറി യൂറ്ററ്റിക് ക്ലോറൈഡിലെ ഘടകങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. TECയിലെ ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ബേരിയം ക്ലോറൈഡുമാണ് TECയിലെ ഘടകങ്ങൾ. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര kJ/kg ആണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2260. 2260 kJ/kg ആണ് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം 2260 kJ/kg. പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് DRAB. പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിൻ്റെ ഫുൾ ഫോമാണ് ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ് എന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പോൾ പ്രഥമ ശുശ്രൂഷ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നതാണ് ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളായി കണക്കാക്കുന്നത് ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക എന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിലേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷയാണ് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നത്. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. അടുത്ത ചോദ്യം, ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏതു കാരണം കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശക്തമായ തണുപ്പ് മൂലം. ശക്തമായ തണുപ്പ് മൂലമാണ് ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത്.
ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കാൻ കാരണം ശക്തമായ തണുപ്പ് മൂലമാണ്. അടുത്ത ചോദ്യം, സ്കാൽഡ് എന്നാൽ എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ്. അപ്പോൾ സ്കാൽഡ് എന്നാൽ നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. അടുത്ത ചോദ്യം, മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്നാൽ മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവ്. മാക്സിമം ഇൻഹലേഷന് ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 67ാമത്തെ ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റേപ്പിസ് ബോൺ. അപ്പോൾ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. 69ാമത്തെ ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 70ാമത്തെ ചോദ്യവും PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 71ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രൈവറ്റ് സർവീസ് വാഹനം. പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ട്രാൻസ്പോർട്ട് വാഹനം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസ്പോർട്ട് വാഹനം പ്രൈവറ്റ് സർവീസ് വാഹനമാണ്. അടുത്ത ചോദ്യം, ഡ്രൈവർ ഉൾപ്പെടെ 9-ൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുമുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, M3. ഡ്രൈവർ ഉൾപ്പെടെ 9-ൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങളെ കാറ്റഗറി M3 വാഹനങ്ങൾ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുമുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി M3 വാഹനങ്ങൾ എന്ന് നിർവചിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 365. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി 365 ദിവസം മുൻപ് സമർപ്പിക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി 365 ദിവസം മുൻപ് സമർപ്പിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ലേണേഴ്സ് ലൈസൻസിനുള്ള വ്യക്തിവാഹനം ഓട്ടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ലേണേഴ്സ് ലൈസൻസുള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. അപ്പോൾ ലേണേഴ്സ് ലൈസൻസുള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. അടുത്ത ചോദ്യം, ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നത് ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരമാണ്. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരമാണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നത്. അടുത്ത ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 77ാമത്തെ ചോദ്യം നോക്കാം. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുൻപേ അപേക്ഷിക്കാവുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 60. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി 60 ദിവസം മുൻപേ അപേക്ഷിക്കാവുന്നതാണ്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി 60 ദിവസം മുൻപേ അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3. വാഹനം ഒരു സ്ഥലത്ത് 3 മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ പാർക്കിംഗ് എന്നത് വാഹനം ഒരു സ്ഥലത്ത് 3 മിനിറ്റിൽ അധികം നിർത്തുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പിറകിലും വയ്ക്കണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 20. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും 20 മീറ്റർ മുമ്പിലും പിറകിലും വയ്ക്കണം.
തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ത്രികോണം വാഹനത്തിൽ നിന്നും 20 മീറ്റർ മുൻപിലും പുറകിലും വയ്ക്കണം. അടുത്ത ചോദ്യം, മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. ഉത്തരം ഓപ്ഷൻ എ ആണ് 50 മീറ്റർ. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം 50 മീറ്ററാണ്. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം 50 മീറ്ററാണ്. അടുത്ത ചോദ്യം, പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 5 മീറ്റർ. 5 മീറ്റർ മുന്നെയാണ് പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും വാഹനം നിർത്തേണ്ടത്. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും 5 മീറ്റർ മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്. അടുത്ത ചോദ്യം, ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. ഉത്തരം ഓപ്ഷൻ എ ആണ് 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം 5 മീറ്ററാണ്. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം 5 മീറ്ററാണ്. അടുത്ത ചോദ്യം, എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ് എന്നതാണ് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. അടുത്ത ചോദ്യം, ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ഉത്തരം ഓപ്ഷൻ ബി ആണ് 80 km/മണിക്കൂർ. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 80 km/h ആണ്. 80 km/h ആണ് ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങളാണ് ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റങ്ങളാണ് ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് റോഡിലൂടെ വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക എന്നത്. അപ്പോൾ ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക എന്നീ കുറ്റങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഉള്ള പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരിയാണ്. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 km/h ആണ്. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് സ്കൂൾ ബസ്സുകൾ EIB പരമാവധി വേഗത 50 km/h, സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 km/h ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1 ശരി 2 തെറ്റ്. അപ്പോൾ ഒന്നാമത്തെ ശരിയായിട്ടുള്ളത് നോക്കാം. 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന പറയുന്നത് 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 km/h. അപ്പോൾ 110 km/h ആണ് 6 ലൈൻ റോഡിലെ പരമാവധി വേഗത. അടുത്ത ചോദ്യം, ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് അൺലാഡൻ വെയ്റ്റ്. ULW എന്നത് അൺലാഡൻ വെയ്റ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ULW എന്നത് അൺലാഡൻ വെയ്റ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശ്യം എന്നിവ സംബന്ധിച്ച ആധികാരിക രേഖ. ഉത്തരം ഓപ്ഷൻ എ ആണ് പെർമിറ്റ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശ്യം സംബന്ധിച്ച ആധികാരിക രേഖയാണ് പെർമിറ്റ്. അപ്പോൾ പെർമിറ്റ് എന്നാൽ ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശ്യം സംബന്ധിച്ച ആധികാരിക രേഖയാണ്. അടുത്ത ചോദ്യം, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമന നടപടികളാണ് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും.
വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവോ 25,000 രൂപ പിഴയും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. 25 വയസ്സ് വരെ കുട്ടിക്ക് ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി എടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. വഴി യാത്രക്കാരൻ ആയ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാൾ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 മാത്രം ശരി. അങ്ങനെയെങ്കിൽ ബാലു ഗുഡ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. അപ്പോൾ ബാലുവിന് തൻ്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിയും നിർബന്ധമായി കൊടുക്കണമെന്നില്ല. പരിക്കുപറ്റിയ ആളുടെ ആദ്യ ചികിത്സാ ചെലവ് വഹിക്കണമെന്നുമില്ല. കോടതിയിൽ നിർബന്ധമായി സാക്ഷിയാകണം എന്നും ഇല്ല. അപ്പോൾ വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്കുപറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു ഗുഡ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്നും പോകാവുന്നതാണ്. അടുത്ത ചോദ്യം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരി. ഇതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെയെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ ആയിരിക്കണം. അടുത്ത ചോദ്യം. NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫാസ്ടാഗ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫാസ്ടാഗ്. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. ഇപ്പോൾ ഫാസ്ടാഗ് എന്നാൽ NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനമാണ്. അടുത്ത ചോദ്യം. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റങ്ങളാണ്. നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നതൊക്കെ ഡ്രൈവറെ സംബന്ധിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റങ്ങളാണ്. അപ്പോൾ നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് എന്നിവയൊക്കെ ഡ്രൈവർക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2. പരിവഹൻ, ഡിജി ലോക്കർ എന്നിവ വഴിയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗമാണ് പരിവഹൻ, ഡിജി ലോക്കർ എന്നിവ. അടുത്ത ചോദ്യം. വൈറ്റഡ് ഡെസിബൽ dBA എന്നതിൻ്റെ യൂണിറ്റ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ശബ്ദത്തിൻ്റെ യൂണിറ്റ്. ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് വൈറ്റഡ് ഡെസിബൽ dBA. വൈറ്റഡ് ഡെസിബൽ dBA എന്നത് ശബ്ദത്തിൻ്റെ യൂണിറ്റാണ്. അടുത്ത ചോദ്യം. VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് VLTD. VLTD എന്നതിൻ്റെ ഫുൾ ഫോം ആണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എന്നത്. അടുത്ത ചോദ്യം. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ,
എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതൊക്കെയാണ് സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ. അടുത്ത ചോദ്യം, സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. സ്പീഡ് ഗവർണർ വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നത് സ്പീഡ് ഗവർണറാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ സ്വകാര്യ സ്റ്റേജ് കരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സിറ്റി ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം സിറ്റി ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം സിറ്റി ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ.